നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിപർ ഹോട്ടൽസ് ലിമിറ്റഡ് എന്ന ലക്ഷറി ഹോട്ടൽ ശൃംഖലയുടെ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഹോട്ടൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷറി ഹോട്ടൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ് കമ്പനി എന്ന് വേണം പറയാനായിട്ട്. ഇവർ സറാഫ് ഹോട്ടൽസിൻ്റെയും ടു സീസ് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ശൃംഖലയാണ്. മാത്രമല്ല, നമുക്ക് അറിയാവുന്ന പ്രശസ്തമായ ഇന്ത്യയിലെ ഹയാത്ത് ഹോട്ടൽ ശൃംഖലയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് ജൂനിപർ ഹോട്ടൽസ്. ഇവരുടെ ഇഷ്യൂ ഫെബ്രുവരി 21 മുതൽ 23 വരെ ഓപ്പൺ ആയിരിക്കുകയാണ്. 1800 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തായാലും ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. ജൂനിപർ ഹോട്ടൽസ് ലിമിറ്റഡ് ഇത് ലക്ഷറി ഹോട്ടൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ് എൻ്റർപ്രൈസ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ ശൃംഖലയാണ്. ഇവരുടെ 50% ഓഹരികളും ടു സീസ് ഹോൾഡിംഗ് വഴി ഹയാത്ത് ഹോട്ടൽസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, 1836 ഹയാത്ത് അഫിലിയേറ്റഡ് ഹോട്ടൽ കീസും ജൂനിപർ ഹോട്ടൽസിൻ്റെ സ്വന്തമാണ്. ഇവർ സ്വന്തമായിട്ട് 7 ഹോട്ടൽസ്, വലിയ ഹോട്ടലുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റ്സുകളും നിരവധിയായിട്ട് ജൂനിപർ ഹോട്ടൽസിനുണ്ട്. ജൂനിപറിൻ്റെ വലിയ ഹോട്ടലുകൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായിട്ടും മുംബൈ, ഡൽഹി, അഹമ്മദാബാദ്, ലക്നൗ, റായ്പൂർ, ഹംപി തുടങ്ങിയ മേഖലകളിലാണ് ഇവരുടെ വൻകിട ഹോട്ടലുകളുള്ളത്. 1631 എംപ്ലോയീസാണ് കമ്പനിക്ക് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൂടാതെ അവരുടെ ചാർട്ടേഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു 362 എംപ്ലോയീസും ഉണ്ട്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അരുൺകുമാർ സറാഫാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അദ്ദേഹമാണ്. പിന്നെ സറാഫ് ഹോട്ടൽസ് ഉണ്ട്, ടു സീസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, ജൂനിപർ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ്. ഇത്രയുമാണ് പ്രധാന പ്രൊമോട്ടേഴ്സായിട്ട് പറയുന്നത്. ഇവരുടെ കൈവശമാണ് 100% ഓഹരിയും ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇനി വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 0.10 എന്നാണ് കാണുന്നത്. അത് മൈനസാണ്. P റേഷ്യോ ആണെങ്കിൽ അവൈലബിൾ ആയിട്ടില്ല. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 0.42% ആണ്, അതും മൈനസാണ്. അതുപോലെ NAV ആകട്ടെ 24.67 പെർ ഷെയർ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കാം. ഷാലറ്റ് ഹോട്ടൽ, ലെമൺ ട്രീ ഹോട്ടൽസ്, പിന്നെ ഇന്ത്യൻ ഹോട്ടൽസ്, EIH ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് ഇതിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളായിട്ട് അവർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമുക്കിതിൻ്റെ ഉദ്ദേശം എന്തിനാണ്? 1800 കോടി രൂപ ഇവർ പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സ്വരൂപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ കുറേ പേയ്മെൻറ്റ്സ് കൊടുത്തു തീർക്കാൻ, അതുപോലെ തന്നെ കുറേ അഡ്വാൻസസ് കൊടുക്കുന്നതിന്, പിന്നെ അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ചാർട്ടേഡ് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അതിൻ്റെ എല്ലാം കുറേ കടബാധ്യതകളൊക്കെ ഉണ്ട്. അതെല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1500 കോടി രൂപ അങ്ങനെയാണ് അവർ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി 300 കോടി രൂപയാണ് അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ JM ഫിനാൻഷ്യൽസ്, CLSA ഇന്ത്യ, ICICI സെക്യൂരിറ്റീസ് എന്നിങ്ങനെയാണ്. രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡാണ്. 2021 മുതൽ 2023 വരെയുള്ള ഫുൾ കണക്കുകളും 2024 അതായത് 2023 സെപ്റ്റംബർ വരെയുള്ള ഒരു ഹാഫ് ഇയർലി കണക്കുമാണ് അവസാനത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം കാണുന്നത് റവന്യൂ ആണ്. റവന്യൂ 192.85 2021 അടുത്ത വർഷം 343.76. അത് കഴിഞ്ഞ് 717.29 2023 വന്നിരിക്കുന്നു. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ, അതായത് കമ്പനിയുടെ അറ്റാദായം നോക്കുകയാണെങ്കിൽ ലോസാണ്. ഇത് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും നഷ്ടം തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 നിന്ന് 2023 വരുമ്പോൾ ഇതിൻ്റെ റവന്യൂവിൽ 108.66% ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 343.76 നിന്ന് 717.29 റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റാദായം നോക്കുകയാണെങ്കിൽ നഷ്ടത്തിലാണെങ്കിൽ പോലും 188.03 കോടി രൂപയായിരുന്നു 2022 നഷ്ടമെങ്കിൽ അത് വെറും 1.5 കോടിയുടെ നഷ്ടത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതായത് നഷ്ടം കുറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഒരു 99.2% വളർച്ചയാണ് നെറ്റ് ഇൻകത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ്. അതായത് നഷ്ടം നികത്തി വരുന്നു കമ്പനി എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. റവന്യൂ ഉയർന്നു വരുന്നതാണ്. ഇനി ജൂനിപ്പറിൻ്റെ ഇഷ്യൂ ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കുക. IPO ഫെബ്രുവരി 21 മുതൽ 23 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 342 രൂപ മുതൽ 360 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ. ഫ്രഷ് ഓഹരികളാണ് എല്ലാം തന്നെ. അപ്പോൾ 1800 കോടി രൂപയാണ് ഇതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ. ഒരു ലോട്ട് ഓഹരി എന്ന് പറയുമ്പോൾ 40 ഓഹരികൾ വരും റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNI കാറ്റഗറിയിലാണെങ്കിൽ 14 ലോട്ട് മുതൽ 70 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ്. അതുപോലെ തന്നെ ഇത് 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്തോളണം. 15% HNIസിനും 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ഡേറ്റ് ഫെബ്രുവരി 26 ആയിരിക്കും അലോക്കേഷൻ വരുന്നത്. അലോക്കേഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അത് ഫെബ്രുവരി 28 ആയിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരോട് പറയാനുള്ളത്, ഇതൊരു ഹോട്ടൽ ശൃംഖലയാണ്. വളരെയധികം ഫ്യൂച്ചറുള്ള ഒരു മേഖലയാണ്. അറിയപ്പെടുന്ന ഹയാത്ത് പോലെയുള്ള കമ്പനികളുമായിട്ട് അവർക്ക് അസോസിയേഷൻ ഉള്ളതാണ്. ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു ഹോട്ടൽ ശൃംഖലയുമാണ് ലക്ഷറി ഹോട്ടൽസിൻ്റെ ഈ ജൂനിപ്പർ ഹോട്ടൽസ് എന്നുള്ളത്. ഇവർ ലോസിലായിരുന്നു എന്ന് പറയുമ്പോൾ ഓർഗാനിക് ഇനോർഗാനിക് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസസോ, അത് കൂടാതെ ഈ കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഹോട്ടൽ വ്യവസായം എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും കമ്പനിയുടെ റവന്യൂ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അറ്റാദായം നോക്കുകയാണെങ്കിലും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിത് മനസ്സിലാക്കാവുന്നത്. ഇപ്പോൾ അറ്റാദായം നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ മിഡ് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ജൂനിപ്പർ ഹോട്ടൽസിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സഹായിക്കുകയും വേണം. അപ്പം നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.